ഗൈസ്, ഇന്നുണ്ടാക്കാൻ പോകുന്ന നല്ല നാടൻ നെത്തോലി കറിയാണ്. അത് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം അതിനായി തേങ്ങ എടുക്കുക. ശേഷം ഒരു ജാറെടുത്ത് അതിൽ തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കൂടി ചേർക്കുക. ആവശ്യത്തിന് പുളി ചേർക്കുക. ഇതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുക്കുക. അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിൽ കടുകിടുക, ഉലുവ ഇടുക. അതിൽ ചെറുള്ളി കൂടി ചേർത്ത് ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണമെന്നില്ല. ചെറുതായിട്ടൊന്ന് ആ മണം, പച്ചമണം ഒന്ന് മാറുന്ന രീതിയിൽ വഴറ്റുക. അതിനുശേഷം അതിൽ പച്ചമുളക്, തക്കാളി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി അരപ്പൊഴിക്കുക. ശേഷം ഒന്ന് ചേർത്ത് യോജിപ്പിക്കുക. യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. ഗൈസ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അതിൽ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം തിളച്ചു വരുന്നുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഇടുക. മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കാം. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അങ്ങനെ നമ്മുടെ നെത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.